മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് കണ്ടെത്തൽ. ഇടുക്കിയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കൈവശപ്പെടുത്തിയത് 50 സെന്റോളം ഭൂമി. കണ്ടെത്തൽ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ. തുടർ നടപടികൾക്ക് കളക്ടറുടെ അനുവാദം തേടി ലാൻഡ് റവന്യൂ തഹസിൽദാർ. കിഫ്ബി നടപടികളിൽ ധനമന്ത്രിക്ക് മാത്രമല്ല ഉത്തരവാദിത്തമെന്ന മറുപടിയിൽ വിശദീകരണവുമായി തോമസ് ഐസക്. മറുപടി കൈകഴുകൽ അല്ലെന്നും യാഥാർത്ഥ്യമാണ് പറഞ്ഞതെന്നും പ്രതികരണം. അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തി കളയാമെന്ന് ഇ ഡി കരുതേണ്ടെന്നും തോമസ് ഐസക്. സംഘർഷത്തെ തുടർന്ന് അടച്ച മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. തീരുമാനം വിദ്യാർത്ഥി സംഘടനകളും പോലീസും പങ്കെടുത്ത യോഗത്തിൽ. സുരക്ഷ വർദ്ധിപ്പിക്കാൻ 5 സെക്യൂരിറ്റിമാരെ കൂടി നിയമിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത്. പ്രശ്നപരിഹാരത്തിനായി ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 5,74,175 പുതിയ വോട്ടർമാർ. ആകെ വോട്ടർമാരുടെ എണ്ണം 3/4 കോടിയോളം. 3.75 ലക്ഷം പേർ ഒഴിവായി. കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ വിദ്യ മാത്രം പ്രതി. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ചു നൽകിയെന്ന് കുറ്റപത്രം. ഹൊസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ഗുവാഹത്തിയിൽ സംഘർഷം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ പൊളിച്ചു. പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ സിറിയ പോരാട്ടം. മത്സരം വൈകിട്ട് 5-ന് ഖത്തറിൽ. അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ.